സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യോഗം. കാപ്പ കേസ് പ്രതിയായ കൗൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട വൻ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP അംഗങ്ങൾ തമ്മിൽ ആരംഭിച്ച വാക്കുതർക്കം കയ്യാങ്കളിയിലേക്കും വലിയൊരു തമ്മിൽ തല്ലിലേക്കുമാണ് എത്തിയത്. വധശ്രമ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത BJP കൗൺസിലർ ആർ സുഗതന് ഒപ്പിടുന്നതിനു വേണ്ടി BJP കൗൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. യോഗം അവസാനിച്ച ശേഷം ഹാജർ ബുക്ക് കൈവശം വെച്ചെന്ന് ആരോപിച്ച് BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ബഹളം വെക്കുകയായിരുന്നു. പിന്നാലെ കയ്യാങ്കളിയും ഉന്തും തള്ളുമെല്ലാം ആരംഭിച്ചു. ഇതിനിടെ രജിസ്റ്റർ കീറാൻ ശ്രമിച്ചെന്നും വനിതാ അംഗങ്ങളെ ആക്രമിച്ചെന്നും ആരോപണം ഉയരുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്ന് സംഭവിച്ചത് എന്തൊക്കെ? കാപ്പ കേസ് പ്രതിയായ കൗൺസിലറെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനാണോ മേയർ VV രാജേഷിന്റെ തീരുമാനം? കാണാം RDX റാപ്പ്. തിരുവനന്തപുരം നഗരസഭയിലെ ഹാജർ ബുക്കിനെ ചൊല്ലിയുള്ള പിടിവലിയാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. കൗൺസിൽ യോഗം അവസാനിച്ച ശേഷം KS ശബരിനാഥൻ ഹാജർ ബുക്ക് കൈവശം വെച്ചെന്നാരോപിച്ച് BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ബഹളം വയ്ക്കുകയായിരുന്നു. തുടർന്ന് ഉദയനും ശബരിനാഥനും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് കലാശിക്കുകയും ചെയ്തു. ഇതിനിടെ ഡയസിന് മുകളിൽ കയറി വരെ കൗൺസിലർമാർ ഏറ്റുമുട്ടലിൽ പങ്കാളികളായി. ഉന്തും തള്ളിനുമിടെ പലരുടെയും വസ്ത്രങ്ങൾ കീറി. വനിതാ കൗൺസിലർമാർക്കുൾപ്പെടെ പരിക്കേറ്റു. കോൺഗ്രസിലെ വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തെന്ന് KS ശബരിനാഥ് അടക്കമുള്ള നേതാക്കളും ആരോപിച്ചു. KS ശബരിനാഥിനെ തല്ലാൻ ശ്രമിച്ച ചെമ്പഴന്തി ഉദയന്റെ തല്ല് മറ്റൊരു വനിതാ കൗൺസിലർക്കാണ് കൊണ്ടത്. അതേസമയം കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആർ സുഗതന് ഒപ്പിടുന്നതിന് വേണ്ടി ഹാജർ ബുക്ക് മാറ്റിവെക്കാൻ BJP കൗൺസിലർമാർ ശ്രമിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. 50ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ആർ സുഗതനെ കൗൺസിലിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലെന്നാവശ്യപ്പെട്ട് പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് LDF കൗൺസിലർമാർ ഇന്ന് യോഗത്തിനെത്തിയത്. RDX റാപ്പ് ന്യൂസ് മലയാളം. കോർപ്പറേഷനിലെ കയ്യാങ്കളി ആസൂത്രിതമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അക്രമം കാട്ടി മുന്നോട്ടു പോകാൻ സാധിക്കില്ലെന്ന് ശബരിനാഥനും കൗൺസിലർമാർ ഒപ്പുരേഖപ്പെടുത്തുന്നതിന് എന്തിനാണ് അക്രമമെന്ന് മുട്ടട കൗൺസിലർ വൈഷ്ണവ് സുരേഷും പറഞ്ഞു. നിങ്ങൾ മിനിറ്റ്സ് ബുക്ക് ഇവിടെ അന്വേഷിച്ച് നോക്കൂ. ഈ കഴിഞ്ഞ ഒപ്പുള്ള സുഗതൻ വിഷയത്തിൽ ഇനി കോടതിയിൽ സ്റ്റാൻഡിംഗ് ആദ്യം മിനിറ്റ്സ് ബുക്ക് അവർ കീറി. ഇത് സുഗതന് വേണ്ടി അറ്റൻഡൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ മേയർ വന്ന് അലങ്കോലമാക്കി. അതിനുശേഷം ഈ മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിടുന്നു എന്ന് മനസ്സിലാക്കിയപ്പം ഇവർക്കത് മനസ്സിലായി കളി പാളി എന്നുള്ളത്. അതേസമയം തർക്കം ആരംഭിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് BJPയുടെ വാദം. KS ശബരിനാഥനാണ് ആദ്യം ആക്രമിച്ചതെന്ന് BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയൻ ആരോപിച്ചു. UDF കൗൺസിലർമാർ ബോധപൂർവ്വം ആക്രമിച്ചെന്നും രജിസ്റ്റർ വലിച്ചു കീറാൻ അംഗങ്ങൾ ശ്രമിച്ചപ്പോൾ ചെമ്പഴന്തി ഉദയൻ അത് തടയുകയായിരുന്നുവെന്നും മേയർ VV രാജേഷും പ്രതികരിച്ചു. ശബരിനാഥ് UDFന്റെ പാർലമെന്റ് പാർട്ടി ലീഡർ ഈ ബുക്ക് വച്ചുകൊണ്ട് മനഃപൂർവ്വം നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്ന ഒപ്പിട്ടില്ല, ഞങ്ങൾ ഹാജർ നഷ്ടപ്പെടും. അപ്പൊ ബോധപൂർവം ആ ഹാജർ ബുക്ക് അവിടെ മനഃപൂർവ്വം പിടിച്ചു മണിക്കൂറുകൾ നമ്മൾ ചോദിച്ചപ്പോൾ തരുന്നില്ല. ആ അറ്റൻഡൻസിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. ആ സമയം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത് കണ്ട് രജിസ്റ്റർ നശിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ആ രജിസ്റ്റർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് പരസ്പരം ഒരു കയ്യേറ്റം ചെയ്യുന്ന നിലപാടൊക്കെ സ്വീകരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു കയ്യാങ്കളി ഉണ്ടായിട്ടില്ലെന്നും കൗൺസിലർമാർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ പോലും കഴിയുന്നില്ലെന്നും V ശിവൻകുട്ടി പറഞ്ഞു. സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തെ അടിച്ചമർത്തുക എന്ന രാഷ്ട്രീയ തീരുമാനമാണ് നഗരസഭയിൽ നടപ്പാക്കുന്നതെന്നും ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്നതിന് സമാനമാണെന്നും CPIM പാർലമെന്ററി കക്ഷി നേതാവ് SP ദീപക് പറഞ്ഞു. അംഗങ്ങൾക്ക് ഹാജർ ബുക്കിൽ ഒപ്പിടാൻ പോലും കഴിഞ്ഞില്ലെന്നും ദീപക് ആരോപിച്ചു. സഭയിൽ കൗൺസിൽ യോഗം ചേരുന്നതിന് വേണ്ടി കഴിയുന്നില്ല. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുവാനെത്തുന്ന കൗൺസിലർമാർക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി കഴിയുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ വളരെ മോശം ആയിട്ടുള്ള കാര്യമാണ് നഗരസഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിലെല്ലാം നടക്കുന്നത് പോലെ തന്നെ അധികാരം കിട്ടുന്ന അവസരത്തിൽ
പിന്നീട് പ്രതിപക്ഷ പാർട്ടികളൊന്നും വേണ്ട എന്നുള്ള തരത്തിൽ പ്രതിപക്ഷ അംഗങ്ങളെ ഒന്നൊന്നായി അടിച്ചും ഭയപ്പെടുത്തിയും ജനാധിപത്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവർ ശ്രമിച്ചത് എന്നുള്ളതാണ്. ഇന്ന് കൗൺസിലിനകത്ത് പങ്കെടുത്തിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾ മിക്കവാറും കൗൺസിലർമാർക്ക് അറ്റൻഡൻസിനകത്ത് രേഖകൾ അവരുടെ ഒപ്പിടാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു കോർപ്പറേഷൻ ലഹളയും കലാപവും അടുത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അതെ, മുമ്പൊക്കെ ഇത് സംഭവിക്കാറുണ്ടായിരുന്നതാണ്. ഇതിപ്പോൾ ഏറെക്കാലം കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. മാത്രമല്ല ഇത് അങ്ങേയറ്റം കടന്നുപോയി. വല്ലാത്ത വെല്ലുവിളികളും അത് മാത്രമല്ല, ഇത് തുടർച്ചയായിട്ട് ഇതിപ്പോൾ 2ാം ദിവസത്തെ അടിയാണ്. രണ്ടാം അടിയാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ. അത് ഇന്ന് കോർപ്പറേഷൻ യോഗം ആരംഭിക്കുമ്പോൾ ഞാൻ കരുതിയത് ഇന്ന് വീണ്ടും LDFും BJPയും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാകുമെന്നായിരുന്നു. കാരണം കോർപ്പറേഷൻ യോഗം ആരംഭിക്കുമ്പോഴേക്ക് ഈ ശരീരത്തിന് ഒടിവ് സംഭവിച്ച അല്ലെങ്കിൽ തലയ്ക്ക് സ്റ്റിച്ചിടേണ്ടി വന്ന 3-4 സ്റ്റിച്ചിടേണ്ടി വന്ന ആളുകളൊക്കെ, അങ്ങനെ 4 പേർ വലിയ ഗുരുതരമായ പരിക്കേറ്റ 4 LDF കൗൺസിലർമാരുണ്ട്. അവരെ ആംബുലൻസിൽ കൗൺസിൽ യോഗത്തിലേക്ക് എത്തിച്ചു ഇന്ന് തുടക്കത്തിൽ തന്നെ. അപ്പം ഞാൻ കരുതിയത് മിക്കവാറും ഇവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ്. ആ കൗൺസിൽ യോഗത്തിലേക്ക് എത്തിച്ചു. അവിടെ ഈ റിലേ സത്യാഗ്രഹം, അവരുടെ LDFിൻ്റെ റിലേ സത്യാഗ്രഹം കോർപ്പറേഷനിൽ തുടരുന്നുണ്ട്. അപ്പോൾ അവിടെ നിലവിൽ ഒരു സംഘർഷഭരിതമായ സാഹചര്യമുണ്ട്. പക്ഷേ കോർപ്പറേഷൻ യോഗം ആരംഭിച്ചപ്പോൾ വളരെ ആസൂത്രിതമായി തന്നെ ഇത് അട്ടിമറിക്കാൻ വേണ്ട ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടോ എന്ന സംശയം ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തുന്നത് നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. കാരണം അവരെ പ്രകോപിപ്പിക്കാൻ പോകുന്ന ഇടപെടലാണ് ഇന്ന് കോർപ്പറേഷൻ അദ്ദേഹത്തിൻ്റെ മേയറുടെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ആദ്യം തന്നെ KM ഷാജിയുടെ, അതായത് UDF മിനിസ്ട്രിയിലെ, അത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ KM ഷാജിയുടെ ബൈറ്റ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രദർശിപ്പിക്കുകയാണ്. അത് ഒരു അസാധാരണമായ നടപടിയാണ്. അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പറയുന്നത് PMAY പദ്ധതിയെക്കുറിച്ച് ഇതുവരെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് മന്ത്രി തന്നെ പറയുന്നു. അതായത് UDFിൻ്റെ മന്ത്രി KM ഷാജി തന്നെ പറയുകയാണ്, ഈ ഫോട്ടോ പ്രദർശനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ ലോഗോ പ്രദർശനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ, അത് LDF മാത്രമല്ല LDFും UDFും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു ഇവിടെ പൊതുജന സമക്ഷം. ആ മന്ത്രിയെ അതുകൊണ്ട് ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗം ആദരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്, അഭിനന്ദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ തന്നെ BJP കൗൺസിലർമാരെല്ലാം വലിയ ബഹളവും ആഘോഷവും ഒക്കെ അവിടെ ഉണ്ടാക്കുന്നു. ഇത് സ്വാഭാവികമായും അവിടെ നിന്ന നിപ്പിൽ അവിടെയുള്ള UDF കൗൺസിലർമാരെ പ്രകോപിപ്പിക്കുക. അതിന് മുമ്പ് തന്നെ അംഗബലം കൂടുതലുള്ള ഈ LDF കൗൺസിലർമാരും അവർ നടുത്തളത്തിൽ നിൽക്കുകയാണ്. ആ നടുത്തളത്തിൽ നിൽക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ UDF കൗൺസിലർമാരെ ഇത് പ്രകോപിപ്പിക്കുന്നുണ്ട്, അവർ തിരിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടെ അവിടെ ചെയ്തു. അത് വേറൊന്നുമല്ല, അവിടെ മേയർ എന്ന് പറഞ്ഞ 1-2 കാര്യങ്ങൾ. അത് ഒന്ന്, ഈ ഹാർബർ വാർഡിൽ ചില നിർമ്മാണ പ്രവർത്തികളിൽ പരാതി ഉണ്ടായിട്ടുണ്ട്. അത് വിദഗ്ധ സംഘം പരിശോധിക്കും. അതുപോലെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികൾ ഉയർന്നിട്ടുണ്ട്. അതിൽ ചീഫ് സെക്രട്ടറിയോട് ഒരു യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചില അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്നത് സംബന്ധിച്ച് ആലോചിക്കും. ഈ 2 കാര്യങ്ങളും LDFിനിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരേ സമയം LDFിനെയും UDFിനെയും പ്രകോപിപ്പിക്കുക എന്ന തന്ത്രം തന്നെയാണ് അവിടെ കോർപ്പറേഷനിൽ പ്രയോഗിക്കപ്പെട്ടത്. അതിന് തന്നെയാണ് മേയർ തയ്യാറെടുത്തതും. അദ്ദേഹം ഒരു തന്ത്രപരമായ സമീപനം, കാരണം അദ്ദേഹത്തിന് ഭരണം നിലനിർത്തണം, സുഗതൻ അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം പരമാവധി ഒഴിവാക്കണം, സുഗതനെ തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ എന്താണ് എന്ന് ആലോചിക്കണം. നേരത്തെ തന്നെ സുഗതൻ്റെ അറ്റൻഡൻസ് അവിടെ ഹാജരാകാതിരുന്നിട്ടും രേഖപ്പെടുത്തുന്നു എന്നുള്ള ആരോപണം ഉയർന്ന പശ്ചാത്തലമുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴാണ് എന്താ സംഭവിക്കുന്നത്? ശ്യാമിലി, നമ്മൾ ഏത് യോഗം, നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന ഒരു ചെറിയ കാര്യം തീരുമാനിക്കാൻ ശ്രമിച്ച് ഒരു ആലോചനാ യോഗം വിളിച്ചാലും പങ്കെടുത്തവരാരാണെന്ന് രേഖപ്പെടുത്താതെ പോകാൻ പറ്റില്ലല്ലോ. ഇത് ഈ കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുക്കുന്നവരാരാണ് എന്നത് ഒപ്പിട്ട് പോകേണ്ടതല്ലേ? ആ രജിസ്റ്റർ അവിടെ ഉണ്ടല്ലോ. അതിന് മാത്രമല്ല, നിയമപരമായി അവിടെ ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ട ബാധ്യത ഉണ്ട്. ഒരു കൗൺസിലർ 3 കൂടുതൽ പങ്കെടുത്തില്ലെങ്കിൽ അയാളെ അയോഗ്യനാക്കാനുള്ള നിയമമുള്ള രാജ്യമാണല്ലോ. അപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുത്തവർക്ക് അവർ പങ്കെടുത്തു എന്ന് രേഖപ്പെടുത്താനുള്ള അവസരം പോലും അനുവദിക്കാതെ യോഗം അവസാനിപ്പിച്ചു. അപ്പോൾ ഈ രജിസ്റ്റർ എല്ലാവരെയും കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു എന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ യോഗം അവസാനിച്ചതിന് ശേഷം പക്ഷേ അന്നേരം ഈ രജിസ്റ്റർ എടുത്ത് ഒപ്പിടുന്നതിന് മുമ്പ്
ശബരിനാഥൻ ഒരു സാഹചര്യം, അതായത് നിലനിൽക്കുന്ന സാഹചര്യം മാധ്യമങ്ങളോട് വിശദീകരിച്ചു. കോർപ്പറേഷനിലെ ഒരു പതിവ് രീതിയാണത്. കൗൺസിൽ യോഗം പിരിഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലും, അവർക്ക് അവിടെ വെച്ച് തന്നെ പ്രതികരണങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ രജിസ്റ്റർ എടുത്ത് വെച്ചിട്ട് ഇതാ ഈ രജിസ്റ്ററിൽ ഇത് ഇവർ ഒപ്പിടാൻ തന്നിട്ടില്ല, ഇത് ഒപ്പിടാതെ സുഗതൻ ഒപ്പിടാനുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളിത് നിങ്ങളുടെ സമക്ഷം തന്നെ ഒപ്പിടുകയാണെന്ന് പറഞ്ഞ് ഒപ്പിടാൻ എടുത്ത് വെച്ചപ്പോഴാണ് ചാടിക്കേറി ആൾ ഇടപെടുന്നത്. അല്ലാതെ അത് പിടിച്ചു വെക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ BJP കൗൺസിലർമാർ പറയുന്നത് പച്ചക്കള്ളമാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിനകത്ത് ശബരിനാഥൻ ഒപ്പിടാൻ ശ്രമിച്ചു, ഇതിൽ ഇങ്ങനെ ഒരു കള്ളത്തരം നടക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് ശബരിനാഥൻ ഈ ഒപ്പിടാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ഈ ചെമ്പഴന്തി ഉദയൻ എന്ന കൗൺസിലർ ചാടി വീഴുകയാണ്. അദ്ദേഹം ചാടി വീണ് ഇതിൽ പിടുത്തമിട്ടു ഈ രജിസ്റ്ററിൽ. ഇതെല്ലാം ദൃശ്യത്തിലുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വരുന്നത് നുണകളുടെ ഒരു ഘോഷയാത്ര ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പിടിവലി നടക്കുന്നതിനിടെ ഒരു വനിതാ കൗൺസിലർ കൂടിയാണ് ഇപ്പുറത്ത് ശബരിനാഥനൊപ്പം ഇതിൽ പിടുത്തമിട്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടക്കുന്നു. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ ചെമ്പഴന്തി ഉദയൻ അത് വലിച്ച് ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ ചെമ്പഴന്തി ഉദയൻ്റെ ആയവും ഈ വനിതാ കൗൺസിലറുടെ പിടുത്തവും കൂടെ കൊണ്ടാണ് ഈ ഷർട്ട് കീറുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അല്ലാതെ അവിടേക്ക് ചെന്ന ഉടനെ എന്നെ മർദ്ദിച്ച് എൻ്റെ ഷർട്ട് വലിച്ചു കീറിയെന്നൊക്കെ ചെമ്പഴന്തി ഉദയം പച്ച നോണ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നത് ഇതിപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ സംഭവിച്ചാണെന്നുള്ള മട്ടിൽ നമ്മൾ പോകാൻ പാടില്ലല്ലോ. ഇതിൽ സംഭവിച്ചതിനാണെന്ന് നമ്മൾ പറയണ്ടേ. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്. റണ്ണിങ് കമൻ്ററി പോലെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഇത് പറയേണ്ടി വരുന്നതിന് കാരണം ഈ നുണകളാണ്. അപ്പോൾ അങ്ങനെ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു. മാത്രമല്ല, ഇന്ന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് 400-ലേറെ, ഏതാണ്ട് 500-നടുത്ത് അജണ്ടയുള്ള ദിവസമാണ്. നമ്മൾ കണ്ടില്ല, എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കടലാസ് കഷ്ണം എന്താണ്? ഇന്നത്തെ കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ടയാണ്. അത്രയധികം അജണ്ടയുള്ളപ്പോൾ ഏകപക്ഷീയമായി അതെല്ലാം അങ്ങ് പാസ്സാക്കി എന്നുള്ള മട്ടിൽ ഇത് അവസാനിപ്പിച്ച് ഈ കൗൺസിൽ യോഗം പിരിയുന്നു എന്നുള്ളത് അതൊരു ശരിയായ സംഗതിയല്ല. മാത്രമല്ല, ഈ കാര്യത്തിൽ ഒരു കാപ്പാസ് കേസ് പ്രതിയായ ഈ റൗഡി ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ള ഇടപെടലാണ്, ഭരണം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ കൂടെ സമാന്തരമായി രക്ഷപ്പെടുന്നത് ഒരു കാര്യമില്ലാതെ ആളുകളുടെ തലയ്ക്ക് കമ്പിവടി വെച്ച് അടിക്കുന്ന, നെഞ്ചിൽ കത്തിക്ക് കൂത്തി കൊല്ലാൻ ശ്രമിക്കുന്ന, ഗുണ്ടാപിരിവ് നടത്തുന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ബഹളം മുഴുവൻ ഈ കോർപ്പറേഷൻ കൗൺസിൽ കാണുന്നത് എന്നുള്ളത് കൊണ്ട് അതങ്ങനെ നിസ്സാരമായി നമുക്ക് കണ്ടുപോകാൻ പറ്റില്ല. അത് കേരളത്തിൽ അങ്ങനെ ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു കാഴ്ചയാണ്. ഇതിനു വേണ്ടി കൂടിയാണ് ഈ ബഹളം നടക്കുന്നത് എന്നുള്ളത്. ആർ സുഗതൻ എന്ന ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന കാപ്പ കേസ് പ്രതിയായ വ്യക്തിയെ രക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള ഒരു ഇടപെടൽ. അല്ലാതെ ഇതിപ്പോൾ ബാക്കിയുള്ള BJPയുടെ മുഴുവൻ കൗൺസിലർമാരും കുഴപ്പക്കാരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? അല്ലല്ലോ. അവരെല്ലാം ഈ ഇങ്ങനെ ഒരു അവർക്കെതിരെ കേസുണ്ടായിരുന്നില്ല, അവരകത്ത് പോയി കിടന്നു തന്നെ. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കൂടുതൽ കേസുള്ളവർ അവിടെയൊക്കെ ഉണ്ട്. ഈ രാഷ്ട്രീയ കേസുകളുള്ളവർ അവരെ ആരെയും പിടിച്ച് അകത്തിട്ടിട്ടില്ല. ഇത് സുഗതനെതിരെ ആകെ ഒരൊറ്റ കേസിലെ രാഷ്ട്രീയം ആരോപിക്കാനുള്ളൂ. ബാക്കി മുഴുവൻ അയാളുടെ കയ്യിലിരിപ്പും വഷളത്തരവും മാത്രമാണ്, അല്ലെങ്കിൽ അയാളുടെ താൻ പോരുക ഗുണ്ടായിസം. ഇത് മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ പാവപ്പെട്ട മനുഷ്യൻ്റെ നെഞ്ചത്ത് കുതിര കയറുക എന്നുള്ളത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം കൂടി ഇങ്ങനെ കിടന്ന് അടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അയ്യെന്നായി പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ശേഷം സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇതെല്ലാം അതിന് സമാന്തരമായി ഈ അജണ്ട പാസ്സാക്കി വിടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രജിസ്റ്റർ ഇന്നിപ്പോൾ ശബരിനാഥൻ പറഞ്ഞു, ഇപ്പോൾ ഈ ബഹളത്തിനിടയ്ക്കും അവർ കൊണ്ടുപോയിട്ട് ആ രജിസ്റ്റർ കീറിയിട്ടുണ്ട്. ഇനി കോടതിയിലെത്തുമ്പോൾ കീറിപ്പോയ രജിസ്റ്ററാണല്ലോ, ഒപ്പം അവിടെ കാണിക്കാൻ പറ്റും. സുഗതൻ അവിടെ ഹാജരാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ള പ്രശ്നം അവർ പറയുന്നുണ്ട്. സുഗതൻ ജയിലിൽ കിടക്കുകയാണ്. കോടതി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും സുഗതൻ കഴിഞ്ഞ 3 കൗൺസിൽ യോഗത്തിൽ, ഇപ്പോൾ ഈ കൗൺസിൽ യോഗം കൂടി ചേരുമ്പോൾ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇനി ഇവർക്ക് നേരത്തെ തന്നെ അവിടെ നിലനിൽക്കുന്ന പരാതി എന്താണ്? 35 കൗൺസിലർമാർ കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കൗൺസിൽ യോഗം വിളിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇത്രയും വലിയ അജണ്ടയുമായി വരുന്നതിൻ്റെ തന്നെ ഉദ്ദേശം ഇനി ഉടനെ കൗൺസിൽ യോഗം വിളിച്ചില്ലെങ്കിലും കാര്യങ്ങളെല്ലാം നടപ്പാക്കി എടുക്കുക എന്നുള്ളത് കൂടിയാണ് ലക്ഷ്യം എന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ വരുന്നതെന്നാണ്. അപ്പോൾ ബോധപൂർവം ഉള്ള ഒരു അട്ടിമറി ശ്രമം അത് കോർപ്പറേഷനിൽ ഇന്നിപ്പോൾ BJP നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണം നിർവഹിക്കുന്ന BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് നമ്മളവിടെ കണ്ടത്. അത് ശരിയല്ല. മാത്രമല്ല, ഇങ്ങനെ നിരന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ എന്തോ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പോയ ആളുകളൊക്കെ ഇന്ന് നല്ല പയറ് പോലെ അവിടെ കിടന്ന് ഇടിക്കുക, ഇന്ന് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ കിടന്നിട്ട്. അപ്പോൾ ഇത് ആളുകളെ ഇങ്ങനെ പൊതുജനത്തെ ഇങ്ങനെ വിഡ്ഢിയാക്കുന്നതിന് ഒരു പരിധിയുണ്ട്.
ഈ രീതിയിൽ അത് ശരിയല്ല. അത് മാത്രമല്ല, അങ്ങനെ കയ്യാങ്കളിയിലൂടെ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ തെളിയിക്കപ്പെടാവുന്ന കാര്യങ്ങളും പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ആ നിലയിലുള്ള കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം അത് ശരിയല്ല. ശബരിനാഥൻ പറഞ്ഞത് തന്നെയാണ് ഇന്ന് ശരി. ഇത്തരം രാഷ്ട്രീയം കേരളത്തിൽ നടപ്പാവില്ല. അതിൽ ആ ശ്രമമാണ് നടക്കുന്നതെങ്കിൽ അതിനെ ചെറുക്കും എന്നുള്ള ശബരിനാഥൻ്റെ നിലപാടിനൊപ്പം തന്നെയാണ് തൽക്കാലം ഞാൻ. തീർച്ചയായും ഞാനും വിചാരിക്കുന്നത് വൻ രക്ഷാപ്രവർത്തനമാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ എന്നുള്ളത്. ഇത് ആലപ്പുഴ അടിയൊക്കെ ചെറുത്, പഴയ പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്നത് അതൊക്കെ ചെറുത്. ഇത് അതിലേറെ തീർച്ചയായും. അപ്പോൾ അങ്ങനെ ഒരു രക്ഷാപ്രവർത്തനമാണ് നിലവിൽ അവിടെ വന്നിരിക്കുന്നത്. എന്തായാലും ആ വാക്കിപ്പോൾ നമുക്ക് അങ്ങനെ ന്യായീകരിക്കുന്നില്ലല്ലോ നമ്മളാരും. SIT ഒക്കെ രൂപീകരിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട്, കേസുകളൊക്കെ കാര്യമായി വെക്കുന്നതുകൊണ്ട്, അതുകൊണ്ട് നമുക്കത് തന്നെ പറയാം. എന്തായാലും മാറാത്തത് മാറും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. മാറാത്തത് മാറുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആ മാറ്റം എന്നുള്ളതാണ്. ഇതിനെ ഈ രീതിയിൽ ഇത്രയധികം വിശദമായി ഹർഷൻ ചേട്ടൻ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അപ്പം മാറാത്തത് മാറും എന്ന് പറയുന്നത് അതൊരു അറം പറ്റിയ വാക്ക് പോലെയാണ് നിലവിലുള്ളത്. ഏറ്റവും ആദ്യം മാറിയിരിക്കുന്നത് ശരിയാണ്, ചരിത്രത്തിൽ ആദ്യമായി BJP ആ കോർപ്പറേഷൻ ഭരിക്കുന്നു എന്നുള്ളതാണ്. പിന്നീട് കണ്ടത് മുഴുവൻ തിരുവനന്തപുരം നഗരത്തിലുള്ള എല്ലാ വോട്ട് ചെയ്ത ഈ 101 പേരെയും അവിടെ എത്തിച്ചേർക്കുന്ന എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കുന്ന മാറ്റങ്ങളാണ് തിരുവനന്തപുരത്ത് മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവർക്ക് ഇത്രയും ദിവസമായിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് ഇല്ല എന്നുള്ളത് നമുക്ക് എന്തായാലും അറിയാം. ആദ്യം ഒരു ബ്ലൂ പ്രിൻ്റ്, 45 ദിവസത്തിനുള്ളിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഈ നഗരവുമായി ബന്ധപ്പെട്ട്, നഗരവികസനവുമായി ബന്ധപ്പെട്ട്, നഗരപരിപാലനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമായിരുന്നു. അത് ആമയഞ്ചാൻ തോട്ടലെങ്ങാട്ടാണെന്ന് തോന്നുന്നു നിലവിലുള്ളത്. അത് വൃത്തിയാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും കിട്ടിയേക്കുമായിരിക്കും. അത്തരം മാലിന്യ നീക്കവും അവിടെ ഇല്ല. അതാണ് അവിടുത്തെ പ്രശ്നം. പിന്നെ മാത്രം ആദ്യം കുടിവെള്ള പ്രശ്നമായിരുന്നു. കുടിവെള്ള പ്രശ്നത്തിൽ നമുക്കറിയാം ആദ്യത്തെ ഒരു വലിയ അവർ ഫേസ് ചെയ്ത ആദ്യത്തെ പ്രശ്നമായിരുന്നു. അത് വാട്ടർ അതോറിറ്റിയുടെ കുഴപ്പമാണ്, ഞങ്ങൾ അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഭരണപരിചയമില്ലായ്മ എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യമായി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി നമുക്ക് മനസ്സിലായത് മേയറുടെ. പിന്നെ മാത്രമല്ല, കോർപ്പറേഷൻ്റെ വണ്ടികളോ ഒരു സ്ഥലത്തും എത്തിയിരുന്നില്ല. അതുകൊണ്ട് കുടിവെള്ള പ്രശ്നം ഇല്ലാത്തൊരു സ്ഥലമല്ല തിരുവനന്തപുരം. പക്ഷേ അത് അവിടെ ഉണ്ടായിരുന്ന മുൻ കോർപ്പറേഷൻ ഭാരവാഹികൾ അതിൽ ഇടപെട്ട്, മേയറടക്കം ഇടപെട്ടുകൊണ്ട് എവിടെയാണോ വെള്ളം ഇല്ലാത്തതെന്നുള്ളത് ആ രീതിയിൽ അപര്യാപ്തത ഒക്കെ മറികടന്നതുകൊണ്ട് പര്യാപ്തമായ രീതിയിൽ ഇവിടെയൊക്കെ വെള്ളം എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ പ്രശ്നം കുടിവെള്ളമായിരുന്നു. പിന്നീടാണ് ഇവർക്ക് പൊങ്കാല വന്നത്. അതിലേറെ വലിയ പ്രതിസന്ധിയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലാകെ ഒരു പൊങ്കാല കൊണ്ട് സൃഷ്ടിച്ചത്. കാരണം ഒരു പൊങ്കാല കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് തിരുവനന്തപുരം നഗരം. നല്ല കണ്ണാടി പോലെ ഇരിക്കും ആ റോഡിൽ ഇലയിടണ്ട, അല്ലാതെ തന്നെ ചോറുണ്ടെന്ന് പറയുന്ന അവസ്ഥയിൽ വൃത്തിയായിരിക്കും. റോഡ് മാത്രമല്ല, മുഴുവൻ പരിസരവും, അമ്പലത്തിൻ്റെ പരിസരമാണെങ്കിലും ഇവിടെ ഇത്ര ഒരു കാര്യം നടന്നു എന്നൊക്കെ നമ്മൾ അതിശയിച്ചു പോകുന്ന കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷേ മുഴുവൻ നാറി, തിരുവനന്തപുരം മുഴുവൻ മണത്തു. മൂക്ക് പൊത്താതെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു ഈ കാര്യങ്ങൾ. അത്രയധികം ഭക്ഷണ വേസ്റ്റും ഇഷ്ടികയും തുടങ്ങി സകല ചടങ്ങിനായി ഉപയോഗിച്ച സകല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ആ മാലിന്യ നീക്കങ്ങളൊന്നും നടന്നില്ല. അല്ലാതെയുള്ള കോർപ്പറേഷനിൽ നിന്നുള്ള മാലിന്യ നീക്കങ്ങളും നടന്നില്ല. ഇതൊക്കെ വലിയ പ്രശ്നമായി പറയുന്നു. പിന്നെ തെരുവുകളൊക്കെ എത്തുന്നില്ല, തെരുവുനായ ശല്യം എന്ന് തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ഇവരെ വോട്ട് ചെയ്ത് അവിടെ കോർപ്പറേഷൻ്റെ തലപ്പത്തിരുത്തിയവർ മൂക്കത്ത് കൈവയ്ക്കുന്ന ഒരവസ്ഥ. അയ്യോ, ഇവരെയാണോ നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു മാറ്റം വരുമെന്ന് പറഞ്ഞിട്ടാണല്ലോ സ്വാഭാവികമെന്നുള്ളത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ VV രാജേഷ് ഈ കാലയളവുകൾ കൊണ്ട് ഉണ്ടാക്കി എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര ഒരു വെറൈറ്റി കൊണ്ടുവന്നിരുന്നല്ലോ. ദൈവങ്ങളുടെ മുഴുവൻ പല പേരുകളും പറഞ്ഞുകൊണ്ടും ബലിദാനികളുടെ പേര് പറഞ്ഞതുകൊണ്ടും ഭയങ്കര വെറൈറ്റിയിൽ ഇവർ സത്യപ്രതിജ്ഞ നടത്തി. എന്നിട്ട് അതിനെ നിന്ന് ന്യായീകരിക്കുകയും ചെയ്തു. ന്യായീകരിച്ചിട്ട് മാത്രമല്ല, ഇത് പ്രതിപക്ഷ കക്ഷികൾ കോടതിയിൽ പോയപ്പോഴത്തേനും കോടതി അതെടുത്ത് തോട്ടിക്കളഞ്ഞ് വേഗം 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വീണ്ടും പുതിയ സത്യപ്രതിജ്ഞ നടത്തണം എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ VV രാജേഷ് പറഞ്ഞാൽ ഇത് പ്രതിപക്ഷത്തിനാണ് തിരിച്ചടിയായത്. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ കോടതി പറയുന്നത് കേൾക്കും. കാരണം അതിൽ അദ്ദേഹം പറഞ്ഞ ന്യായം ഞങ്ങൾ അയോഗ്യരാക്കിയിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത്തരം വെറൈറ്റികൾ മാത്രമാണ്, അതായത് വലിയ ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത്തരം വെറൈറ്റികൾ പിടിക്കുക, ആ വെറൈറ്റികളിൽ നിൽക്കുക എന്നുള്ളത്, അതിങ്ങനെയുള്ള മറ്റൊരു വെറൈറ്റിയാണ് സുഗതൻ എന്നുള്ളത്. സുഗതൻ, ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞതാണ്, സുഗതനാണ് ഈ കോർപ്പറേഷൻ്റെ ഐശ്വര്യം. സുഗതൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് സുഗതനാണ് കോർപ്പറേഷൻ്റെ ഐശ്വര്യം എന്ന നിലപാടിലാണ് നിലവിൽ അവിടെയുള്ളവർ. കാരണം ഈ മാജിക് നമ്പർ 51 എന്നുള്ളതുണ്ടല്ലോ, ആ 51 ആയിപ്പോയത്. ഒരു ഇത്രയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ ചിലപ്പം സുഗതന് വേണ്ടി ഈ വക അടിയൊന്നും ചിലപ്പോൾ ആ കോർപ്പറേഷനിൽ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്കത്. ഭരണപരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഈ ഏറ്റുമുട്ടലുണ്ട്. പിന്നൊന്നുള്ളത് സുഗതനും ബുക്കും, ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ബുക്ക് മിനിറ്റ്സിൽ നേരത്തെ തന്നെ 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് ഇല്ലെങ്കിൽ അയോഗ്യത എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇതായിരുന്നു CPM ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ CPMന് അല്പം കാര്യങ്ങൾ മനസ്സിലായി. കാരണം മാർച്ച് 27 മറ്റോ ചേർന്നൊരു കൗൺസിൽ യോഗത്തിൽ സുഗതൻ പങ്കെടുത്തിട്ടില്ല, പക്ഷേ സുഗതൻ്റെ ഒപ്പുണ്ട്.
കടലാസിൽ മിനിറ്റ്സിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലായത്. കോൺഗ്രസിന് ഇപ്പോഴാണ്, ശബരിനാഥൻ അടക്കമുള്ളവർക്ക് ആ കാര്യം ഇപ്പോഴാണ് മനസ്സിലാവുന്നതും അപ്പോഴാണ് ഈ ബുക്ക് വീണ്ടും ചർച്ചയായി വരുന്നത്. ഇങ്ങനൊരു കൗൺസിൽ യോഗത്തിൽ ഇതിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ട്, ഇതിൽ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബോധ്യപ്പെടുത്തണമല്ലോ ഈ കാര്യം. അപ്പോൾ ഇതിൽ ഒപ്പിടുന്നുള്ള പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ അവർക്കും മനസ്സിലായി ബുക്ക് പ്രശ്നമാണ്. ബുക്ക് സുഗതൻ വേണമെങ്കിൽ ബുക്ക് വേണം. അപ്പോൾ വരാത്ത സുഗതനെ ഈ ബുക്കിൽ കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ വെളിപ്പെടുന്ന ഒരു രഹസ്യമായി പോയി. ഇതിനൊന്നും തെളിവുമില്ല, ഈ പറയുന്നത് പോലെ കൃത്യമായൊരു തെളിവുമില്ല. അപ്പോൾ ഇതെടുത്ത് നിയമപരമായ പോരാട്ടത്തിന് പോകണമെങ്കിൽ പോലും ഈ കാര്യത്തിലൊരു വ്യക്തത വരണമല്ലോ. അപ്പോൾ സുഗതനും ബുക്കും നിലവിലൊരു പ്രശ്നമായപ്പോഴാണ് ഇമാതിരി അടിയിലേക്ക് നിലവിൽ കോർപ്പറേഷൻ പോയിട്ടുള്ളത്. എന്തായാലും ഭയങ്കര ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ഇനിയെങ്കിലും ഇത് വിട്ടുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് ഭരണം നടത്തണം എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെ പറയാനുള്ള ഏറ്റവും പ്രാഥമികമായ അവസ്ഥ. കാരണം നമ്മുടെ സ്ഥിരാകേന്ദ്രമാണല്ലോ അവിടെ മുഴുവൻ, നമ്മുടെ തലസ്ഥാന നഗരിയാണല്ലോ. തീർച്ചയായും അവിടെയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് അത്രയധികം അധ്വാനത്തിൽ കിട്ടിയ ഒരു ഭരണം തന്നെയാണ് BJPയെ സംബന്ധിച്ച് തീർച്ചയായും. പക്ഷെ അവർക്കത് കൃത്യമായി അതിനെ നോക്കി നടത്തി അതിനെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കഴിവുകേടല്ലേ സത്യത്തിലത്? അല്ല, പക്ഷേ ഇതിനകത്ത് മേയറുടെ ഒരു ലൈൻ വളരെ കൗതുകകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. മേയർ VV രാജേഷിൻ്റെ, അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് അറിയാം. അദ്ദേഹം ഇന്നിപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഇത് എന്താണ് അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുകയാണെന്ന് തോന്നിയിട്ടാണ് ഇയാൾ ഉദയൻ ഇടപെട്ടത്, ഈ ചെമ്പഴന്തി ഉദയൻ. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംഘർഷത്തിൽ തന്നെയാണ് കലാശിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു പോയി. അതായത് ബാക്കി ഉദയം പറഞ്ഞതുപോലെയോ ബാക്കിയുള്ളവർ പറഞ്ഞതുപോലെയോ അല്ല, യഥാർത്ഥത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സംഘർഷമാണ് എന്ന് ഇതിനിടയ്ക്ക് മേയർ പറയുന്നുമുണ്ട്. അത് അദ്ദേഹം മാത്രം ആ മട്ടിൽ പറഞ്ഞു പോയി. അത് തന്ത്രപരമായ ഒരു സമീപനമാണ്. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ എന്തായിരിക്കണം ഇതിൻ്റെ പര്യവസാനം എന്നുള്ളത് വളരെ കൃത്യമായി VV രാജേഷിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ നടക്കുകയും ചെയ്തു. തീർച്ചയായും എന്തായാലും മാറാത്തതെല്ലാം മാറുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയതാണ് BJP. എന്നാൽ അധികാരത്തിലേറി ഇന്ന് വരെ വിവാദങ്ങളിലൂടെയാണ് മേയർ VV രാജേഷിന്റെ ഭരണം എന്നതാണ് കൗതുകം. ആറ്റുകാൽ പൊങ്കാലയിലെ മാലിന്യ പ്രശ്നം മുതൽ ഇന്നത്തെ കയ്യാങ്കളിയിൽ വരെ എത്തി നിൽക്കുന്നു വിവാദങ്ങൾ. കഴിഞ്ഞയാഴ്ച LDF കൗൺസിലറുമായാണ് കയ്യാങ്കളിയിൽ ഏർപ്പെട്ടതെങ്കിൽ ഇന്ന് UDF കൗൺസിലർമാരുമായാണ് BJP കൗൺസിലർമാർ ഏറ്റുമുട്ടിയത്. 500-ലധികം അജണ്ടകൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന കൗൺസിൽ യോഗമാണ് ഇത്തരത്തിൽ തമ്മിൽ തല്ലി അവസാനിച്ചതെന്നാണ് ഏറ്റവും ഗൗരവതരം. കൂടാതെ കാപ്പ കേസ് പ്രതി R സുഗതന് വേണ്ടി BJP ഹാജർ ബുക്കിൽ ക്രമക്കേട് നടത്തുന്നു എന്ന ശബരിനാഥന്റെ ആരോപണവും ഗുരുതരമാണ്. ക്രിയാത്മക ചർച്ചകളും വാഗ്വാദങ്ങളും നടക്കേണ്ടിയിടത്ത് പരസ്പര കയ്യാങ്കളിയിലേക്ക് കൂപ്പുകുത്തുന്നത് ജനാധിപത്യ സംവിധാനങ്ങൾക്ക് ആകെ മങ്ങലേൽപ്പിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഒരിടവേള.